ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ചികിത്സ പൂർത്തിയാകും മുന്നേ മസ്തകത്തിൽ മുറിവേറ്റ അതിരപ്പള്ളിയിലെ കാട്ടുകൊമ്പൻ ചരിഞ്ഞു. കോടനാട് അഭയാരണ്യത്തിൽ ചികിത്സ നൽകുന്നതിനിടെയാണ് ആന ചരിഞ്ഞത്. ബുധനാഴ്ചയാണ് മയക്കുവെടി വെച്ച് പിടികൂടിയ കൊമ്പനെയും കോടനാടേക്ക് കൊണ്ടുവന്നത്. മുറിവേറ്റ കൊമ്പന്റെ ദുരിതാവസ്ഥ 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഇന്നലെ തന്നെ ഡോക്ടേഴ്സ്, ഈ ആനയെ പരിശോധിക്കുന്ന ഡോക്ടേഴ്സിൽ ചിലർ പറഞ്ഞിരുന്നു ഒരു 30% സാധ്യത മാത്രമേ അതിൻ്റെ സർവൈവൽ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയൂ എന്നത്. അപ്പോൾ തന്നെ അങ്ങേയറ്റം സങ്കീർണമാണ് ഈ ആനയുടെ ആരോഗ്യസ്ഥിതി എന്ന് വ്യക്തമായിരുന്നു. എന്താണ് ഒടുവിൽ സംഭവിച്ചത്? ഈ അണുബാധ ആനയുടെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നു എന്നതാണ് മരണം, അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ സങ്കീർണമാക്കിയതല്ലേ? തീർച്ചയായും വിജയകുമാർ, ഈ രണ്ടാം ഘട്ട ദൗത്യം തുടങ്ങുന്ന സമയത്ത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അടക്കം വിശദീകരിച്ച കാര്യമാണ് 30% മാത്രമാണ് ഈ ആന തിരികെ മടങ്ങി വരാനുള്ള ഒരു സാധ്യത കൽപ്പിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും ഈ നിരന്തരമായ മാധ്യമ വാർത്തകളും അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ വന്യജീവി സംരക്ഷകർ അടക്കം നടത്തുന്ന ഇടപെടലിൻ്റെ ഭാഗവുമായിക്കൊണ്ടാണ് സർക്കാർ ഈ ആനയെ പിടികൂടി ചികിത്സിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് എന്നുള്ളതായിരുന്നു അന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ വിശദീകരിച്ചത്. അതിനുശേഷം ഈ ദൗത്യം നടക്കുന്ന വേളയിലെല്ലാം തന്നെ വലിയ ആശങ്കകളുണ്ടായിരുന്നു. മയക്കുവെടി വെക്കുന്ന സമയത്താകട്ടെ, പിന്നീട് കൂട്ടിലേക്ക് മാറ്റുന്ന സമയത്താകട്ടെ, എല്ലാം തന്നെ വലിയ ആശങ്കകളുണ്ടായിരുന്നു. പക്ഷേ ആന ഇന്നലെ മുതൽ തീറ്റ എടുത്തു തുടങ്ങി. ഇതെല്ലാം തന്നെ ഒരു പോസിറ്റീവ് സൈനായിരുന്നു കണ്ടിരുന്നത്. ഇന്ന് രാവിലെയും ഡോക്ടർ അരുൺ സക്രിയ ഇന്ന് ചികിത്സ നൽകിയതിനു ശേഷം വയനാട്ടിലേക്ക് മടങ്ങാനിരിക്കുകയായിരുന്നു. കാരണം അദ്ദേഹം പോലും ഇങ്ങനൊരു ദുരവസ്ഥ ഉണ്ടാകും എന്ന് കണക്ക് കൂട്ടിയിരുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇന്ന് രാവിലെ ഈ ആനയ്ക്ക് ഒരു ചികിത്സ നൽകുന്നതിന് വേണ്ടി, ആനയ്ക്ക് തുടർ ചികിത്സ നൽകുന്നതിന് വേണ്ടി ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ മുതൽ തന്നെ ഡോക്ടർമാരുടെ സംഘം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ആന പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നതെന്നുള്ളതാണ് വനംവകുപ്പ് വിശദീകരിക്കുന്നത്. ഈ രാവിലെയും തീറ്റയൊക്കെ എടുത്തതാണ്. ഒരു തരത്തിലുള്ള അസ്വാസ്ഥ്യങ്ങളും ആന പ്രകടിപ്പിച്ചിരുന്നില്ല. ഹൃദയാഘാതമാകാം ഈ മരണത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് ഈ പ്രാഥമികമായി തന്നെ വനംവകുപ്പ് വിലയിരുത്തുന്നത്. പക്ഷേ അത് സ്ഥിരീകരിക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം അടക്കം പൂർത്തിയാകേണ്ടതുണ്ട്. വിജയകുമാർ, ഈ രണ്ടാം ഘട്ട ദൗത്യത്തിൽ വനംവകുപ്പ് നടത്തിയ ഇടപെടൽ അത് പ്രശംസിക്കപ്പെടുമ്പോൾ തന്നെ ഈ ആനയെ രക്ഷിക്കുന്നതിൽ വൈകിയത ഇതിൽ തിരിച്ചടിയായി, അല്ലെങ്കിൽ ആനയുടെ ജീവൻ നഷ്ടപ്പെടുന്നതിൽ തിരിച്ചടിയായെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഈ ആനയുടെ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടിട്ട് തന്നെ ഏകദേശം 2 മാസത്തോളമാകുന്നു. പക്ഷേ അതിനിടയിൽ പോലും കൃത്യമായ ഒരു ഇടപെടൽ നടത്തുന്നതിന് വനംവകുപ്പിന് സാധിച്ചില്ല. ആദ്യഘട്ട രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്ത് ആനയെ പിടികൂടി കൂട്ടിലേക്ക് മാറ്റി ചികിത്സിക്കണം എന്നുള്ളതായിരുന്നു അന്ന് വന്യജീവി സംരക്ഷകരടക്കം ആവശ്യപ്പെട്ടത്. സർക്കാരും ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വെച്ചത് ഇത്തരം ഒരു നിർദ്ദേശമാണെന്ന് വനമന്ത്രിയുടെ ഓഫീസുമായി നമ്മൾ ബന്ധപ്പെട്ടതാണ്. ആ സമയത്ത് അവരടക്കം വിശദീകരിച്ചത് ഡോക്ടർ അരുൺ സക്രി എത്തും, കുങ്കിയാനകളുമായി എത്തും, ആവശ്യമെങ്കിൽ ആനയെ പിടികൂടി ചികിത്സിക്കും എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. പക്ഷേ അരുൺ സക്രിയ അതിരപ്പള്ളിയിലേക്ക് എത്തുന്ന സമയത്ത് ഈ ദൗത്യത്തിന്റെ ഈ സ്ട്രാറ്റജി തന്നെ മാറുന്നു. ആനയെ സ്റ്റാൻഡിംഗ് പൊസിഷനിൽ നിർത്തി ഈ മയക്കുവെടി വെച്ച് ചികിത്സിച്ചതിന് ശേഷം ആനയെ വിട്ടയക്കുക എന്ന ദൗത്യമാണ് ആദ്യഘട്ടത്തിൽ നടത്താൻ പോകുന്നതെന്നുള്ളതാണ് വനംവകുപ്പ് പറഞ്ഞത്. അങ്ങനെ 1 മാസം മുൻപ്, ഏകദേശം 1 മാസത്തിനടുത്താകുന്നു, ആ സമയത്ത് ആനയെ പിടികൂടുന്നു, ആ സ്റ്റാൻഡിംഗ് പൊസിഷനിൽ നിർത്തി ഈ മുറിവിൽ മരുന്ന് വെച്ച ശേഷം ആനയെ വിട്ടയക്കുന്നു. തുടർ നിരീക്ഷണം ഉണ്ടാകും എന്നുള്ളതാണ് വനംവകുപ്പ് പറഞ്ഞത്. പക്ഷേ ഒരു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് പോലും ആനയ്ക്ക് തുടർ നിരീക്ഷണം ഉൾപ്പെടെ ഏർപ്പെടുത്തുന്നതിൽ വലിയ പരാജയമുണ്ടായി. പിന്നീട് ഈ ആനയുടെ ദൃശ്യങ്ങളെല്ലാം നമ്മൾ ചിത്രീകരിക്കുന്ന സമയത്ത് അവിടെയുള്ള തോട്ടം തൊഴിലാളികൾ പോലും പറയുന്നുണ്ടായിരുന്നു, വനംവകുപ്പിന്റെ ഒരു ഉദ്യോഗസ്ഥർ പോലും ഈ ആനക്കരികിലെത്തി നിരീക്ഷിക്കുന്നത് തങ്ങൾ കണ്ടിട്ടേ ഇല്ല എന്ന്. പിന്നീട് ഈ ആനയുടെ മുറിവിൽ നിന്ന് പുഴു അരിച്ചിറങ്ങുന്ന ദൃശ്യങ്ങൾ 24 പുറത്തുവിട്ടതോടെയാണ് ആനയെ പിടികൂടി ചികിത്സിക്കാനുള്ള ഒരു ദൗത്യത്തിലേക്ക് കടന്നത്. അപ്പോഴും വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഇത് സങ്കീർണമാണ് എന്ന് ആ ഘട്ടത്തിൽ തന്നെ ഡോക്ടർമാർ വിലയിരുത്തിയതാണ്. അരുൺ സക്രി അടക്കം ഈ ദൗത്യത്തിലേക്ക് പോകുമ്പോൾ പല ആവർത്തി നമ്മളോട് പറഞ്ഞതാണ്. പക്ഷേ ഇത്തരത്തിലൊരു അപകടം, അല്ലെങ്കിൽ ആനയുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന് ഇന്നലെയോ ഇന്നോ ആരും കണക്ക് കൂട്ടിയിരുന്നില്ല. അതിനിടയിലാണ് ഇപ്പോൾ ആന കോടനാട്ടെ അഭയാരണ്യത്തിലെ കൂട്ടിൽ ചരിഞ്ഞിരിക്കുന്ന വിജയകുമാർ. 2 തവണ അതിന് മയക്കുവെടി ഏറ്റിരുന്നു. ചെറിയ ഇടവേളകളിലാണ്. അപ്പോൾ അത് ആനയുടെ ആരോഗ്യസ്ഥിതിയെ ബാധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഈ മുറിവിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അതിനുണ്ടായോ എന്നതൊക്കെ ഇനിയും ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളിലൊക്കെ വ്യക്തമാകും. പക്ഷേ അപ്പോഴും നമ്മൾ കണ്ടതാണ്, ഈ മയക്കുവെടി വെച്ച് ആനയെ അവിടെ നിന്ന് മാറ്റുന്ന സമയത്ത് ഏഴാറ്റുമുഖം ഗണപതി എന്ന് നാട്ടുകാർ വിളിക്കുന്ന ആ കാട്ടുകൊമ്പൻ ഈ ആനയുടെ അടുത്ത് വന്ന് ചേർന്ന് നിന്ന് അതിനെ സംരക്ഷിക്കാൻ നടത്തിയ ശ്രമമടക്കം ഇതാ ഈ മുറിവേറ്റ കാട്ടുകൊമ്പൻ ചരിയുന്ന ആ സമയത്ത് നമ്മൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ 2 മൃഗങ്ങൾ തമ്മിലുള്ള വളരെ അടുപ്പം അതുകൂടി ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ആന ചരിയുമ്പോൾ അതുകൂടി ഈ ഘട്ടത്തിൽ ഓർക്കുന്നു. സൂരജ് സജിയാണ് വാർത്തയുടെ മറ്റു വിവരങ്ങൾ നൽകിയത്. ഇന്നത്തെ മറ്റ് പ്രധാന റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് കൊച്ചിയിൽ തുടക്കം. വ്യവസായ അനുമതികൾ ചുവപ്പ് നാടയിൽ കുരുങ്ങില്ല എന്ന് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പു നൽകി. ഇന്നും നാളെയുമായി നടക്കുന്ന ഉച്ചകോടിയിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം 3000-ഓളം സംരംഭകർ പങ്കെടുക്കുന്നുണ്ട്.
ലോകത്തിന് മുന്നിൽ നിക്ഷേപത്തിന് വാതിൽ തുറന്നിട്ട് കേരളം. ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ആഗോള നിക്ഷേപ സംഗമം സംസ്ഥാന വികസന കുതിപ്പിന്റെ വേഗം കൂട്ടുമെന്ന് പ്രതീക്ഷ. ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വ്യവസായത്തിനുള്ള അനുമതികൾ ചുവപ്പുനാടയിൽ കുരുങ്ങില്ലെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. I conclude by telling this distinguished gathering that for making Kerala an investment destination, the government of Kerala shall strain every nerve and leave no stone unturned. We have an end-to-end approach with a holistic perspective to implement our plan, not incrementally but substantially. രാജ്യാന്തര വികസന പ്രവർത്തനങ്ങൾക്ക് കേരളത്തിന് കേന്ദ്രത്തിന്റെ പിന്തുണയുണ്ടാകുമെന്ന കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. നിക്ഷേപത്തിന് കേന്ദ്രത്തിന്റെ പിന്തുണ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും ഉറപ്പു നൽകി. This is a political platform. I have come to express the central government's solidarity and full support to invest Kerala. സംസ്ഥാന വ്യവസായ മന്ത്രി പി രാജീവ് മികച്ച പാർലമെന്ററിയൻ എന്നും പീയൂഷ് ഗോയലിന്റെ പ്രശംസ. കേരളം നിക്ഷേപകരുടെ സ്വർഗമായെന്ന മന്ത്രി പി രാജീവ്. This is the right time, this is the right place. On behalf of the government, I would like to invite you all to invest in this country, in this state. This is God's own country, now transformed as a heaven of investment. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ പ്രതിപക്ഷ നിരയിലെ നേതാക്കളും സംഗമത്തിന്റെ ഭാഗമായി. 26 രാജ്യങ്ങളിൽ നിന്ന് 3000-ഓളം സംരംഭകരാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. നിക്ഷേപിക്കാനായി താൽപര്യപത്രം ഒപ്പിട്ട കമ്പനികളുടെ പട്ടിക നാളെ പ്രഖ്യാപിക്കും. രാജ്യത്തെ വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഇപ്പോൾ 1-ാം സ്ഥാനത്താണ്. ഈ സാഹചര്യത്തിൽ ആഗോള നിക്ഷേപക സംഗമത്തിന് അരങ്ങൊരുങ്ങുമ്പോൾ സംസ്ഥാനത്തിൻ്റെ പ്രതീക്ഷകളും ഉയരെ. ലുലു അന്താരാഷ്ട്ര കൺവെൻഷൻ സെന്ററിന് മുന്നിൽ നിന്നും നിതിൻ അംബുജനൊപ്പം എസ് ശ്രീകാന്ത്, 24. ആഗോള നിക്ഷേപ ഉച്ചകോടിയിൽ കേരളത്തിന് പദ്ധതികൾ പ്രഖ്യാപിച്ച കേന്ദ്രം. 3 ലക്ഷം കോടിയുടെ പദ്ധതികളാണ് കേന്ദ്ര റോഡ് ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചത്. സിൽവർ ലൈൻ പദ്ധതിയെ അനുകൂലിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ നടത്തിയ പരാമർശവും ശ്രദ്ധേയമായി. വികസനത്തിന് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രഖ്യാപിച്ചു. കേരളത്തിന്റെ വ്യവസായ നയങ്ങൾക്ക് കേന്ദ്രത്തിന്റെ പിന്തുണ. 3 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയിൽ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചു. പാലക്കാട് മലപ്പുറം ബൈപ്പാസിന് 10,000 കോടി, തിരുവനന്തപുരം ഔട്ടർ റോഡിന് 5,000 കോടി, അങ്കമാലി ബൈപ്പാസിന് 6,000 കോടിയും അനുവദിക്കുമെന്ന് കേന്ദ്രമന്ത്രി. The most important thing is the infrastructure is very important. Water, power, transport and communication. Regarding road sector, I will assure you that at least in my regime, we will complete the work more than 3 lakh crores in Kerala. സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ച് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ പരാമർശവും ശ്രദ്ധേയമായി. സിൽവർ ലൈൻ യാത്രാസമയം കുറയ്ക്കുമെന്ന് മന്ത്രി. We have also now a project, Silver Line, a semi-high-speed rail coming up between Thiruvananthapuram and Kasaragod, which will reduce the time to only 4 hours. ഇതാദ്യമായാണ് സിൽവർ ലൈനിനെ അനുകൂലിച്ചുള്ള ഒരു കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന. വികസനത്തിന് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പ്രതിപക്ഷം അടുത്തിടെ ഹർത്താലുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. LDF പ്രതിപക്ഷത്താകുമ്പോഴും ഇതുപോലെ പിന്തുണ വേണമെന്നും വി ഡി സതീശൻ. I'm happy to say that we have not conducted any hartals for the last 4 years. No hartals. My request to the government side is that when you will be in the opposition, you have to continue the same culture. അതേസമയം കേരളത്തിൽ പൂർണ്ണമായും താമര വിരിഞ്ഞിട്ടില്ലെന്നും ഉടൻ വിരിയുമെന്നും തമാശമട്ടിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞത് കൗതുകമായി. And every visit in Kerala, you feel like never going back. But I will go back, so you don't have to worry. We are not yet, the lotus has not yet bloomed in Kerala. But very soon. 24 കൊച്ചി. ഘടകകക്ഷികളുടെ എതിർപ്പ് തള്ളി കിഫ്ബി റോഡുകളിൽ ടോൾ പിരിക്കുന്നതിന് LDFന്റെ പച്ചക്കൊടി. ജനങ്ങൾക്ക് ദോഷമുണ്ടാകാത്ത രീതിയിൽ കിഫ്ബി പദ്ധതികളിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണമെന്നാണ് LDF തീരുമാനം. കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കാത്ത മദ്യനിർമ്മാണശാലയുമായി മുന്നോട്ട് പോകാമെന്നും LDFൽ തീരുമാനമായിട്ടുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കിഫ്ബി റോഡിലെ ടോൾ പിരിവ് തിരിച്ചടിയാകുമെന്നായിരുന്നു CPIയുടെ ആശങ്ക. LDF യോഗത്തിൽ മറ്റു ചില ഘടകകക്ഷികളും വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു.
എന്നാൽ ഇതൊന്നും CPIM പരിഗണിക്കുന്നതേയില്ലെന്ന് സർക്കുലർ വ്യക്തമാക്കുന്നു. വൻകിട പദ്ധതികൾ വഴി ജനങ്ങൾക്ക് പൊതുവെ ദോഷമുണ്ടാക്കാത്ത നടപടികളാണ് കിഫ്ബിക്ക് ആവശ്യമെന്നും സംരക്ഷണം ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കണമെന്നും ഇടതുമുന്നണി നേതൃത്വം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സർക്കാർ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നായിരുന്നു ഇടതുമുന്നണി യോഗശേഷം കൺവീനറുടെ വിശദീകരണം. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല പാടില്ലെന്ന് CPIയും RJDയും കട്ടായം പറഞ്ഞിട്ടും മുഖ്യമന്ത്രിയും CPIM നേതൃത്വവും ചെവികൊണ്ടില്ല. കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കാതെ മദ്യനിർമ്മാണ പ്ലാന്റുമായി മുന്നോട്ടു പോകാമെന്നും LDF തീരുമാനിച്ചിട്ടുണ്ട്. മറ്റെല്ലാ വിവാദ തീരുമാനങ്ങളിലുമെന്ന പോലെ കിഫ്ബി ടോളിലും വൻകിട മദ്യനിർമ്മാണശാല വിഷയത്തിലും മുഖ്യമന്ത്രിയും സർക്കാരും തീരുമാനിച്ച് മുന്നണി അനുസരിച്ചു എന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ സർക്കുലറും. 24 തിരുവനന്തപുരം. മുണ്ടക്കൈ പുനരധിവാസത്തിനുള്ള കേന്ദ്ര ഫണ്ട് മാർച്ച് 31 മുൻപായി ഉപയോഗിക്കണമെന്ന നിലപാടിലൂടെ കേന്ദ്ര സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഹൈക്കോടതി. കേന്ദ്ര ഫണ്ട് മാർച്ച് 31 മുൻപായി ഉപയോഗിക്കണമെന്ന വ്യവസ്ഥ പ്രായോഗികമല്ല എന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് ഈ തുക വിനിയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം കോടതിയിൽ ഫയൽ ചെയ്യേണ്ടതല്ലേ എന്ന് സംസ്ഥാന സർക്കാരിനോട് കോടതി ചോദിച്ചു. പുനരധിവാസ പ്രവർത്തനങ്ങൾ എന്ന് പൂർത്തിയാകുമെന്ന് സംസ്ഥാനത്തിന് ധാരണ വേണമെന്നും കോടതി ഓർമ്മിപ്പിച്ചു. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് ടൗൺഷിപ്പിനായി ഏറ്റെടുക്കുന്ന കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റ് ലയങ്ങളിൽ നിന്ന് കുടിയൊഴിയാൻ തൊഴിലാളികൾക്ക് ഉടമകളുടെ നോട്ടീസ്. 2 ദിവസത്തിനകം ഒഴിയണമെന്നാണ് നോട്ടീസ്. ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാതെ കുടിയൊഴിയില്ല എന്ന നിലപാടിലാണ് അവിടുത്തെ തൊഴിലാളികൾ. ലയങ്ങളിൽ കഴിയുന്ന 15 കുടുംബങ്ങൾക്കാണ് നിലവിൽ കുടിയൊഴിക്കൽ നോട്ടീസ് ലഭിച്ചിട്ടുള്ളത്. 2 ദിവസത്തിനകം ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ 19-നാണ് നോട്ടീസ് ലഭിച്ചത്. ഈ ഭൂമി പുനരധിവാസത്തിന് ഞങ്ങൾ അതിനെതിരല്ല, പക്ഷെ ഞങ്ങളെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കണം. ഈ തൊഴിലാളികളായ ഞങ്ങളെ കൊണ്ട് എന്താണ് കണ്ടിട്ടുള്ളത്? ഞങ്ങൾക്കുള്ള ആനുകൂല്യം 14 വർഷമായിട്ട് PF പോലും അടച്ചിട്ടില്ല. 3 മാസമായി ശമ്പളം നൽകിയിട്ടില്ല. 10 വർഷത്തിലേറെയായി പ്രൊവിഡന്റ് ഫണ്ട് അടച്ചിട്ടില്ല. തൊഴിലാനുകൂല്യങ്ങൾ ഒന്നും നൽകാതെ കുടിയൊഴിഞ്ഞു പോകില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. മാനേജ്മെന്റ് ഇതുവരെ നമ്മളോടൊരു ഒരു ചർച്ച ഞങ്ങൾ നടത്തിയില്ല. മാനേജ്മെന്റ് ആരും ചർച്ച നടത്തിയില്ല. ഭരണകൂടങ്ങളൊന്നും ഇടപെട്ടിട്ടില്ല ഇതുവരെ. ഇപ്പൊ പെട്ടെന്ന് നോട്ടീസ് തന്നിട്ട് ഒഴിഞ്ഞു പോകണമെന്ന് അറിയുമ്പോൾ അത് പാകമല്ല. മുണ്ടക്കൈ ചുരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തെ സ്വാഗതം ചെയ്യുമ്പോഴും തൊഴിലവകാശങ്ങൾ പോലും നൽകാൻ തയ്യാറാകാത്ത മാനേജ്മെന്റിനെതിരെ സമരത്തിനൊരുങ്ങുകയാണിവർ. വിഷയത്തിൽ സർക്കാർ ഇടപെടണം. ഞായറാഴ്ച യോഗത്തിനു ശേഷം തുടർ നടപടികൾ ആലോചിക്കാനാണ് ഇവരുടെ തീരുമാനം. 24 വയനാട്. എറണാകുളം കാക്കനാട് GST കമ്മീഷണർ മനീഷ് വിജയ്, സഹോദരി ശാലിനി, മാതാവ് ശകുന്തള അഗർവാൾ എന്നിവരുടെ മരണത്തിൽ കൂടുതൽ തെളിവുകൾ പോലീസിന്. ശാലിനിയുടെ ജോലി നഷ്ടമായതിന്റെ മനോവിഷമം ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നാണ് പോലീസിന്റെ നിഗമനം. പരീക്ഷാ ക്രമക്കേട് കേസിൽ ശാലിനിക്ക് CBI കോടതി സമൻസ് അയച്ചിരുന്നു എന്ന വിവരവുമുണ്ട്. മരിച്ച IRS ഉദ്യോഗസ്ഥൻ മനീഷ് വിജയുടെ സഹോദരി ശാലിനി ജാർഖണ്ഡിൽ ഡെപ്യൂട്ടി കളക്ടറായി ജോലി ചെയ്തിരുന്നു. ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയ പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഇവരുടെ ബാച്ചിന്റെ നിയമനങ്ങൾ സർക്കാർ മരവിപ്പിച്ചിരുന്നു. ഈ കേസ് അന്വേഷിക്കുന്ന CBI സംഘം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ശാലിനിക്കും നോട്ടീസ് നൽകിയിരുന്നു. 1ാം റാങ്ക് നേടി നിയമനം നേടിയിട്ടും ജോലി നഷ്ടപ്പെടുകയും കേസിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ചെയ്തതിന്റെ മാനഹാനിയാകാം ആത്മഹത്യയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. അമ്മയുടെ മരണശേഷമാണ് ശാലിനിയും സഹോദരനും ആത്മഹത്യ ചെയ്തതെന്നും പോലീസ് പറയുന്നു. വിദേശത്തുള്ള ഇവരുടെ സഹോദരി കേരളത്തിലെത്തിയ ശേഷം മാത്രം പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മതിയെന്നാണ് പോലീസിന്റെ തീരുമാനം. ഇവരുടെ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. മരിച്ച മനീഷിന് സർവീസ് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നതും പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. ശാലിനിയുടെ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ CBIയിൽ നിന്ന് തേടാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. S. ശ്യാംകുമാർ, 24 കൊച്ചി. കണ്ണൂർ അഴീക്കോട് മീൻകുന്നിൽ ക്ഷേത്രോത്സവത്തിനിടെ പടക്കം പൊട്ടിയ അപകടം. ഒരു കുട്ടി ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. മീൻകുന്ന് മുച്ചിരിയൻകാവിൽ പുലർച്ചെ 4:30 അപകടമുണ്ടായത്. അഴീക്കോട് മുച്ചിരിയൻകാവിൽ തെയ്യം ചടങ്ങുകൾ നടക്കവെയാണ് അപകടമുണ്ടായത്. പുലിയൂർക്കണ്ണൻ തെയ്യത്തിന് ശേഷം ബപ്പിരിയൻ തെയ്യം ഇറങ്ങാൻ ഒരുങ്ങുന്നതിനിടെയാണ് ക്ഷേത്രമുറ്റത്ത് കൂടിയിരുന്ന ആൾക്കൂട്ടത്തിലേക്ക് അമിട്ട് വീണ് പൊട്ടിയത്. തിരികൊളുത്തിയ അമിട്ട് ദിശ തെറ്റി ആൾക്കൂട്ടത്തിനിടയിലേക്ക് പതിച്ചു. ഒരു കുട്ടിയടക്കം 5 പേർക്ക് പരിക്കേറ്റു. അർജുൻ, നിതിൻ, ആദിത്യ എന്നിവർക്കാണ് സാരമായ പരിക്കേറ്റത്. നിസാര പരിക്കേറ്റ മറ്റു 3 പേരും വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. മുകളിൽ പോയി പൊട്ടിക്കുന്ന സാധനമാണ് കൊടുത്തത്. എന്താണെന്ന് അറിയില്ല. നമ്മൾ കമ്മിറ്റിയില്ല, ക്ഷേത്രത്തിലെ ഭാരവാഹികളോ അല്ല ക്ഷേത്രത്തിൻ്റെ കുടുംബക്കാരൊന്നും അറിയുന്നില്ല. പടക്കം പൊട്ടിക്കാൻ അനുമതി നൽകിയിരുന്നില്ലെന്ന് പോലീസ്. പരിപാടിക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. 13-ാം തീയതി
ஆனால் പടക്കം അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. സോ ഇപ്പോൾ ഞങ്ങൾ സുമോട്ടോവായിട്ട് FIR രജിസ്റ്റർ ചെയ്യും. പിന്നെ എല്ലാം ആഫ്റ്റർ ഇൻവെസ്റ്റിഗേഷൻ അത് ഞങ്ങൾ പ്രോഗ്രസ് ചെയ്യും. പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്ത് പരിശോധന നടത്തി. കാവിൽ വെടിക്കെട്ട് പതിവില്ലെന്നും ഉത്സവത്തിന്റെ ഭാഗമായ ചിലർ സ്വമേധയാ പടക്കം പൊട്ടിച്ചതെന്നുമാണ് ക്ഷേത്രം ഭാരവാഹികളുടെ വിശദീകരണം. 24 കണ്ണൂർ. സാധാരണക്കാരുടെ പണം കൊള്ളയടിച്ച് കൊച്ചിയിൽ വീണ്ടും നിക്ഷേപ തട്ടിപ്പ്. പള്ളിപ്പുറം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ആതിര ഗ്രൂപ്പാണ് വീട്ടമ്മമാരിൽ നിന്നും ദിവസവേതനക്കാരിൽ നിന്നും നിക്ഷേപമായി സ്വീകരിച്ച തുക തിരികെ നൽകാതെ വഞ്ചിച്ചത്. സ്ഥാപനത്തിന് 70 കോടി രൂപയുടെ ആസ്തി മാത്രമാണ് ഉള്ളതെന്നും 115 കോടി രൂപയുടെ കടമുണ്ടെന്നും പോലീസ് കണ്ടെത്തി. പാതിവില തട്ടിപ്പിന് പിന്നാലെയാണ് കൊച്ചിയിൽ വീണ്ടും നിക്ഷേപ തട്ടിപ്പ്. പ്രാഥമികമായി പോലീസ് ശേഖരിച്ച കണക്ക് പ്രകാരം 500-ലധികം ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടു എന്നാണ് കണ്ടെത്തൽ. മറൈൻ ഡ്രൈവിലുള്ള ആതിര ഗ്രൂപ്പിന്റെ ജുവലറി ജപ്തി ചെയ്തതിന് പിന്നാലെയാണ് നിക്ഷേപകർ പണം ആവശ്യപ്പെട്ട് എത്തി തുടങ്ങിയത്. പള്ളിപ്പുറത്തുള്ള സ്ഥാപന ഉടമയുടെ വീട്ടിൽ ലക്ഷദ്വീപിൽ നിന്ന് പോലും ആളുകൾ എത്തിയിരുന്നു. ദിവസ ജോലിക്കാരും സ്ത്രീകളുമാണ് തട്ടിപ്പിനിരയായവരിൽ കൂടുതലും. തട്ടിപ്പിനിരയായവരോട് വ്യാഴാഴ്ച ഓഫീസിലെത്താനാണ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞത്. അടുത്ത വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ഇവിടെ എത്തുക. പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാർക്ക് 115 കോടി രൂപയോളം കടമുള്ളതായും 70 കോടി രൂപയുടെ മാത്രം ആസ്തിയുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാവർക്കും 6 മാസത്തിനകം പണം തിരികെ നൽകുമെന്നാണ് സ്ഥാപന ഉടമകൾ പറയുന്നത്. നിലവിൽ പരാതികൾ ലഭിക്കാത്തതിനാൽ പോലീസ് കേസെടുത്തിട്ടില്ല. സ്വർണ്ണച്ചിട്ടിയിലും സ്വർണ്ണപ്പണയത്തിലുമാണ് കൂടുതൽ ആളുകൾക്കും പണം തിരികെ കിട്ടാനുള്ളത്. സ്ഥാപനത്തിലെ ജീവനക്കാരെ കബളിപ്പിച്ചതായും ആരോപണം ഉയർന്നിട്ടുണ്ട്. S. ശ്യാംകുമാർ, 24 കൊച്ചി. പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തു കൃഷ്ണന്റെ ഭൂമി കണ്ടുകെട്ടാൻ നീക്കം. ഭൂമി കണ്ടുകെട്ടണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് മൂവാറ്റുപുഴ കോടതിയിൽ അപേക്ഷ നൽകി. അനന്തു കൃഷ്ണൻ ഭൂമി വാങ്ങിയത് തട്ടിപ്പ് പണം ഉപയോഗിച്ചാണ് എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ആദ്യഘട്ടത്തിൽ അനന്തുകൃഷ്ണന്റെ കുടയത്തൂരിലെ ഭൂമിയാണ് കണ്ടുകെട്ടുക. 1.5 കോടി രൂപയോളം വിലമതിപ്പുള്ള ഭൂമിയാണിത്. തട്ടിപ്പ് പണം ഉപയോഗിച്ച് വാങ്ങിയതാണെന്ന കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ് കണ്ടുകെട്ടാനുള്ള ക്രൈംബ്രാഞ്ച് ശ്രമം. 2 കോടി മുടക്കി അനന്തുകൃഷ്ണൻ കോട്ടയം, ഇടുക്കി ജില്ലകളിൽ വാങ്ങിയിട്ടുള്ള 5 ഭൂമികൾ കൂടി കണ്ടുകെട്ടാനുള്ള നടപടികളും ക്രൈംബ്രാഞ്ച് സ്വീകരിക്കും. 2ാം ഘട്ടത്തിലാകും ആനന്ദകുമാറിലേക്ക് അന്വേഷണം നടത്തുക. ഹൈക്കോടതിയിലുള്ള മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ ഉടൻ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തും. പല കേസുകളിലും 1ാം പ്രതിയായതിനാൽ അറസ്റ്റ് ഉണ്ടാകും. 24 കൊച്ചി. ഓൺലൈൻ ലോൺ ആപ്പുകൾ വഴി കോടികൾ തട്ടിയ കേസിൽ 2 മലയാളികളെ ED അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് സ്വദേശി സയ്യിദ് മുഹമ്മദ്, ഫോർട്ട് കൊച്ചി സ്വദേശി TG വർഗീസ് എന്നിവരാണ് പിടിയിലായത്. ചൈനീസ് ആപ്പുകൾ വഴി 1650 കോടി രൂപ തട്ടിയ കേസിലാണ് ഈ നടപടി. അന്താരാഷ്ട്ര തട്ടിപ്പ് സംഘങ്ങൾക്ക് ഇടനിലക്കാരായി നിന്ന് ഇവർ 500 ബാങ്ക് അക്കൗണ്ടുകളാണ് തട്ടിപ്പിനായി നൽകിയത്. ചൈനീസ് ആപ്പുകൾ വഴി ഈ അക്കൗണ്ടുകളിലൂടെ 1650 കോടി രൂപയാണ് തട്ടിയെടുത്തത്. കോഴിക്കോട് സ്വദേശി സയ്യിദ് മുഹമ്മദ്, ഫോർട്ട് കൊച്ചി സ്വദേശി TG വർഗീസ് എന്നിവരാണ് നിലവിൽ പിടിയിലായത്. പ്രതികളെ കൊച്ചിയിലെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ലോൺ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്ത രേഖകൾ ദുരുപയോഗം ചെയ്തും മോർഫിംഗിലൂടെ നഗ്നചിത്രങ്ങൾ കാട്ടിയും ഇടപാടുകാരിൽ നിന്ന് വലിയ തുക ഇവർ തട്ടിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി. ലോൺ ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 4 തമിഴ്നാട്ടുകാർ നേരത്തെ പിടിയിലായിരുന്നു. കാഞ്ചീപുരം സ്വദേശികളായ ഡാനിയൽ സെൽവകുമാർ, കതിരവൻ രവി, ആൻഡോ പോൾ, അലൻ സാമുവേൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ IT ജീവനക്കാരാണ്. കേസിൽ കൂടുതൽ പേർ പിടിയിലാകുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു. 24 കൊച്ചി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോൾ പറയുന്നു, കേരളത്തിന്റെ വികസനത്തിന് ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന സന്ദേശമാണ് പ്രതിപക്ഷം നൽകിയത്. LDF പ്രതിപക്ഷത്ത് വരുമ്പോഴും ഇതേ ബഹുമാനം പ്രതീക്ഷിക്കുന്നുണ്ട്. യോജിക്കാവുന്ന ഇടങ്ങളിൽ യോജിക്കും. ബ്രൂവറിയുടെ കാര്യത്തിൽ വിയോജിപ്പുണ്ട്. പ്രതിപക്ഷം അക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു എന്ന് ഈ ആഗോള നിക്ഷേപ സംഗമത്തിൽ പറഞ്ഞ കാര്യങ്ങളോടനുബന്ധമായി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതാണ്. ഇതുൾപ്പെടെ മറ്റു റിപ്പോർട്ടുകൾ ബാക്കിയുണ്ട്. കണ്ണൂർ തലശ്ശേരിയിൽ പോലീസിനെ ആക്രമിച്ച കേസിൽ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ CPM പ്രവർത്തകർ മോചിപ്പിച്ചു. മണോളിക്കാവിലെ ഉത്സവത്തിനിടെ പോലീസിനെ ആക്രമിച്ച കേസിലെ പ്രതിയെയാണ് മോചിപ്പിച്ചത്. സംഭവത്തിൽ 55 CPM പ്രവർത്തകർക്കെതിരെ തലശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. തലശ്ശേരി മണോളിക്കാവിലെ ഉത്സവത്തിനിടെ CPIM BJP പ്രവർത്തകർ ഏറ്റുമുട്ടിയിരുന്നു. ആചാരപരമായ ചടങ്ങുകൾക്കിടെ CPIM പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചത് BJP പ്രവർത്തകർ ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന് വഴിമാറിയത്. സംഘർഷം തടയാൻ ശ്രമിച്ച പോലീസുകാരെ CPIM പ്രവർത്തകർ ആക്രമിച്ചു.
തലശ്ശേരി SI അഖിൽ TK അടക്കം 4 പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സംഭവത്തിൽ 27 CPIM പ്രവർത്തകർക്കെതിരെ കേസെടുത്ത പോലീസ് അറസ്റ്റിന് ശ്രമിക്കവേ വീണ്ടും സംഘർഷം. പോലീസുകാരെ ആക്രമിച്ച കേസിലെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് CPIM പ്രവർത്തകർ ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചു. എന്നാൽ സംഭവത്തിൽ രാഷ്ട്രീയമില്ലെന്നും പോലീസുമായി യോജിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MB ജയരാജൻ. രാഷ്ട്രീയമായി എന്തെങ്കിലും പോലീസുമായി CPIM ഒരു തർക്കത്തിൽ ജില്ലയിലില്ല എങ്കിലല്ലേ രാഷ്ട്രീയമായ ഒരു ഇതായിട്ട് പറയേണ്ടത്. പോലീസിനോടൊരു രാഷ്ട്രീയ വിരോധം ഉണ്ടാവേണ്ടത്. പോലീസ് ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കയ്യേറ്റം ചെയ്യൽ, കൃത്യനിർവഹണം, തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം 55 CPIM പ്രവർത്തകർക്കെതിരെ തലശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. 24 കണ്ണൂർ. സർക്കാരിനെതിരെയുള്ള സമരം കടുപ്പിച്ച് ആശാ വർക്കേഴ്സ്. ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കാത്തതിനാൽ ആശാ വർക്കർമാർ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കടന്നു. കൂടുതൽ പ്രവർത്തകരെ സമരപ്പന്തലിലേക്ക് എത്തിക്കാനാണ് നീക്കം. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചു. ഇന്നു മുതൽ സേവനത്തിന് ഇറങ്ങില്ല. ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്നതുവരെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം തുടരും. കൂടുതൽ പ്രവർത്തകരെ സമരപ്പന്തലിലേക്ക് എത്തിക്കാനാണ് നീക്കം. പറയുന്നത് പോലെ നമ്മൾ ആവശ്യപ്പെടുന്നത് നേടിയെടുക്കുന്നതുവരെ അവിടെ ഇരിക്കാൻ മിനിസ്റ്ററും റെഡിയാകണം. ഞങ്ങൾ റെഡിയാണ്. ആശാ വർക്കർമാർ സമരം ചെയ്യേണ്ടത് സെക്രട്ടേറിയറ്റിന് മുന്നിലല്ല, കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലെന്ന് മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്. സമരം ചെയ്യേണ്ട സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഓഫീസിന് മുന്നിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുക കൊടുക്കുന്ന സംസ്ഥാനങ്ങളൊന്നാണ്. കഴിഞ്ഞ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 1000 രൂപയായിരുന്നു ആശാ വർക്കേഴ്സിന്. അത് 7000 ആക്കി. അത് വേറൊരു സർക്കാരുമല്ല, ഇടതുപക്ഷ സർക്കാരാണ് വർദ്ധിപ്പിച്ചത്. കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നഗരത്തിൽ ആശാ വർക്കേഴ്സ് പിച്ചയെടുത്തു പ്രതിഷേധിച്ചു. തിരുവനന്തപുരത്തെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് കോഴിക്കോട്ടെ പ്രതിഷേധം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ച നടപടിക്കെതിരെ പ്രതിഷേധവുമായി CPI തൊഴിലാളി സംഘടന AITUC. PSC അംഗങ്ങൾക്ക് വാരിക്കോരി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത് അനുചിതമാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞ് സർക്കാർ അർഹതയുള്ളവരുടെ വേതന വർധന പോലും നൽകുന്നില്ല. ഇടതുപക്ഷ സർക്കാരിന് യോജിച്ചതല്ല ഈ തീരുമാനമെന്ന സംഘടന നിലപാടെടുത്തു. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിലേക്ക്. കൊല്ലം MC റോഡിൽ ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. കോട്ടാത്തല സ്വദേശി മോഹനൻ പിള്ളയാണ് മരിച്ചത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചിട്ടുണ്ട്. അരുൺരാജ് വിവരങ്ങൾ നൽകും. കൊല്ലത്ത് നിന്ന് അരുൺ, ഈ അപകടം എങ്ങനെ സംഭവിച്ചു? ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ മനസ്സിലാകുന്നത് ഇത് ഈ ലോറി അമിത വേഗത്തിൽ വന്നിടിക്കുകയായിരുന്നു എന്നാണ്. അങ്ങനെയാണോ സംഭവിച്ചത്? വിജയകുമാറി, കുളക്കട MC റോഡ് നിരന്തരമായ അപകട സാധ്യതയുള്ള, അപകടത്തിന് സ്ഥിരമായ ആൾക്കാർ മരിക്കുന്ന മേഖലയാണ്. ഇവിടെ തന്നെയാണ് ഇപ്പോൾ തുടർച്ചയായി വീണ്ടും അപകടം ഉണ്ടായിട്ടുള്ളത്. ഈ ബൈക്ക് യാത്രികൻ ഈ റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിലാണ് എതിരെ വന്ന ലോറി, അത് അമിത വേഗതയിലായിരുന്നു, ആ ലോറിയിലേക്ക് ഈ ബൈക്ക് യാത്രികൻ ചെന്ന് ഇടിക്കുകയായിരുന്നു. തുടർന്ന് ഈ ബൈക്ക് യാത്രികന്റെ മരണം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കോട്ടാത്തല സ്വദേശി മോഹനൻ പിള്ളയാണ് മരിച്ചത്. ഈ ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമാണ്. കാരണം മറു സൈഡിൽ നിന്ന്, റോഡിന്റെ ഒരു സൈഡിൽ നിന്ന് മറുവശത്തേക്ക് ഈ സ്കൂട്ടർ കൊണ്ടുപോകുന്നതിനിടയിലാണ് എതിരെ വന്ന ലോറിയിലേക്ക് ഇടിക്കുന്നത്. ഈ ഭാഗത്ത് വേഗതാ മുന്നറിയിപ്പുകൾ അടക്കമുള്ള ബോർഡുകൾ വെക്കണമെന്ന് നാട്ടുകാരടക്കം നിരന്തരമായി ആവശ്യപ്പെട്ടതാണ്. പക്ഷേ യാതൊരു നടപടിയും ഇവിടെ ഉണ്ടായിട്ടില്ല. നാറ്റ്പാക് അടക്കം പഠനം നടത്തിയിട്ടും ആവശ്യമായ മുൻകരുതലോ മുന്നൊരുക്കങ്ങളോ ഇല്ലാത്തതാണ് തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകാൻ ഇടയാകുന്നത് എന്നുള്ളതാണ് നാട്ടുകാരുടെ തന്നെ പരാതി. ഈ CCTV ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ആ ലോറി വലിയ വേഗത്തിലായിരുന്നു. ആ കോട്ടാത്തല സ്വദേശി മോഹനൻ പിള്ള സഞ്ചരിച്ച ഇരുചക്ര വാഹനത്തെ ആ ലോറി ഇടിച്ചെവിടേക്കോ കൊണ്ടുപോയി. ഈ കാണുന്ന
ആ ചെറുപ്പക്കാരൻ ഹെൽമെറ്റൊക്കെ വലിച്ചെറിഞ്ഞ് വളരെ ദൂരേക്ക് ഓടിപ്പോയിട്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അത്രയും ദൂരം ആ ലോറി ഈ ഇരുചക്ര വാഹനത്തെ അതിലുണ്ടായിരുന്ന ആളെ ഇടിച്ചു തെറിപ്പിച്ചു എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സ്ഥിരം അപകടമുണ്ടാകുന്ന ഒരു മേഖലയാണ്. അവിടെ മുന്നറിയിപ്പുകളൊന്നുമില്ല എന്നാണ് അരുൺ രാജ് റിപ്പോർട്ട് ചെയ്യുന്നത് കൊല്ലത്ത് നിന്ന്. കളമശ്ശേരി FSCTക്ക് സമീപം തീപിടുത്തം. ഗ്യാസ് ഗോഡൌണിന് സമീപത്തെ പുല്ലിനാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാൻ ശ്രമിക്കുകയാണ്. അശ്വിൻ പാലാഴി ആ സംഭവ സ്ഥലത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, ഈ ഭാഗത്ത് സ്ഥിരമായി ഇങ്ങനെ ഈ വേനൽക്കാലത്ത് തീ പിടിക്കാറുണ്ട്. പലപ്പോഴും ഫയർഫോഴ്സ് നന്നേ ബുദ്ധിമുട്ടിയാണ് അവിടെ തീ അണയ്ക്കാറുള്ളതും. ഇത്തവണയും അങ്ങനെ തന്നെയാണോ സംഭവിച്ചത്? അവിടെ ഗ്യാസ് ഗോഡൌൺ ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു വ്യവസായ മേഖലയ്ക്ക് സമാന സാഹചര്യമുള്ള പ്രദേശമാണ്. അവിടെ തീ പടരുന്ന അപകടമുണ്ടാക്കും. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിജയകുമാർ, ഗ്യാസ് ഗോഡൌണിന് തൊട്ട് സമീപമാണ്. പുല്ലിനാണ് തീ പിടിച്ചതെന്ന് പറയുമ്പോഴും അത് ചെറിയൊരു തീപിടുത്തമല്ല. ഏക്കർ കണക്കോളം നീണ്ടു കിടക്കുന്ന ഒരു വലിയ കാടാണ്. ആ കാട്ടിൽ ഉണങ്ങിക്കിടക്കുന്ന പുല്ലിലാണ് തീ പടർന്നിരിക്കുന്നത്. അതിപ്പോൾ അതിവേഗത്തിൽ ഈ ഗ്യാസ് ഗോഡൌണിന് സമീപത്തേക്ക് പടർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അതീവ ഗുരുതരമായൊരു സാഹചര്യമാണുള്ളത്. നേരത്തെ നമ്മൾ ഈ സമയം എത്തുമ്പോൾ നമുക്ക് ഇവിടെ നിന്നാൽ തീ കാണാൻ കഴിയുന്ന ഒരു അവസ്ഥയായിരുന്നില്ല ഉണ്ടായിരുന്നത്. അതിപ്പോൾ ഈ ഗോഡൌണിന് അരികിലേക്ക് ഒരു കടൽ തിരമാല വരുന്നത് പോലെ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം ഗുരുതരമായ ഒരു അവസ്ഥ നിലവിൽ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. നിലവിൽ 5ഓളം ഫയർ യൂണിറ്റുകളാണ് ഇവിടേക്ക് ഈ തീ അണയ്ക്കാനായി എത്തിയിരിക്കുന്നത്. ഈ ഗ്യാസ് ഗോഡൌണിനെ സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി ഫയർഫോഴ്സിന് മുന്നിലുള്ള ഒരു ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്ന് തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഈ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ തീ ഈ അരികിലേക്ക് എത്തുന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അതിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഫയർഫോഴ്സ് നോക്കുന്നതും. കൂടുതൽ യൂണിറ്റുകൾ അടിയന്തരമായി സ്ഥലത്തേക്ക് എത്തേണ്ടതുണ്ട്. അല്ലാതെ ഈ ഒരു തീ നിയന്ത്രിക്കാനാവുന്ന ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അങ്ങോട്ട് ഈ പുക കാരണം നമുക്ക് കാണാൻ കഴിയാത്ത സ്ഥലം എന്ന് പറയുന്നത് ഏക്കർ കണക്കിന് സ്ഥലം ഒരു കടൽ പോലെ നീണ്ടു കിടക്കുന്ന, അല്ലെങ്കിൽ കണ്ണത്താ ദൂരത്തോളം കിടക്കുന്ന ഒരു തരിശു ഭൂമിയാണ്. ഒരാൾ പൊക്കത്തിൽ കാട് വളർന്നു നിൽക്കുന്ന, ഉണങ്ങിയ പുല്ലുകൾ വളർന്നു നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്നാണ് ഈ തീ ഇങ്ങനെ ആളിപ്പടർന്ന് ഈ സൈഡിലേക്ക് ഗ്യാസ് ഗോഡൌണിന്റെ വശത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത്. ഒരു വ്യാവസായിക മേഖല കൂടിയാണ്. FSCT അടക്കമുള്ള സ്ഥാപനങ്ങൾ ഈ സമീപത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ തീ നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളതാണ് അടിയന്തരമായി ചെയ്യേണ്ടത്. ഒപ്പം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാവുന്നത് പോലെ ഈ ഒരുപാട് വേസ്റ്റ് ആളുകൾ കൊണ്ടിടുന്നൊരു സ്ഥലം കൂടിയാണ് ഇവിടെ. നിറയെ മാലിന്യങ്ങളാണ്. അതുകൊണ്ട് അത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് തന്നെ തീ ഇവിടേക്ക് പടർന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളിലേക്ക് തീ പിടിച്ചാൽ ഒരുപക്ഷെ അത് നിയന്ത്രിക്കുന്നതിന് വലിയ വെല്ലുവിളിയാകും. ഈ പ്ലാസ്റ്റിക്കിൽ തീ പിടിച്ചാൽ നമുക്ക് ഈ ബ്രഹ്മപുരത്തൊക്കെ കണ്ടതുപോലെ ഇതിങ്ങനെ നീറി കത്തിക്കൊണ്ടിരിക്കും. ഉരുകി വീണ വീണ്ടും അടിയിൽ നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിൽ ഇവിടേക്ക് ഫയർഫോഴ്സ് വാഹനങ്ങൾ എത്തിയിട്ടില്ല. ഇതിന് മറുവശത്തുകൂടി അപ്പുറത്തേക്ക് എത്തി അവിടെയാണ് ഈ തീ കെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കളമശ്ശേരി FSCTക്ക് സമീപമാണ്. അവിടെ ഗ്യാസ് ഗോഡൌണിന് സമീപമാണ് പുല്ലിന് തീ പിടിച്ചിരിക്കുന്നത്. അവിടെ ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഗ്യാസ് ഗോഡൌണിന്റെ ഭാഗത്തേക്ക് തീ ആളിപ്പടരുന്നുണ്ട് എന്നത് കുറച്ച് ആശങ്കാജനകമായ സാഹചര്യമുണ്ട്. ആ പ്രദേശത്ത് മുഴുവൻ പുക വ്യാപിച്ചിട്ടുണ്ട്. അവിടെ ഈ മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലം കൂടിയാണ്. അതിനും തീ പിടിച്ച് പ്ലാസ്റ്റിക് അടക്കം കത്തി ആ പുക അന്തരീക്ഷത്തിൽ പടരുന്നതും ഒട്ടും നല്ലതല്ല. അപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. ഒരിക്കൽ കൂടി അശ്വിൻ, ഇത് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടേക്ക് എത്തേണ്ട സാഹചര്യം ഉണ്ടല്ലോ. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് നേരത്തെ അശ്വിൻ പറഞ്ഞതുപോലെ ഈ തിരമാല കണക്കെ തീ പല ഭാഗങ്ങളിൽ നിന്നായി അവിടേക്ക് ഇങ്ങനെ ആളി കത്തുകയാണ്. ഒന്ന് പുല്ല് ഇങ്ങനെ കരിഞ്ഞു നിൽക്കുകയാണ്. ചെറിയ കാറ്റുണ്ട്. അപ്പോൾ തീ വ്യാപിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ അപകടം ഒഴിവാക്കാൻ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളൊക്കെ എത്തേണ്ടതുണ്ടല്ലോ. അതവിടെ എത്തിയിട്ടുണ്ടോ ഇപ്പോൾ? നിലവിൽ 3 ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അത് നമ്മൾ ഈ നിൽക്കുന്നതിന് അപ്പുറത്തെ വശത്ത് ഒരു റോഡുണ്ട്. ആ റോഡ് വഴിയാണ് ഈ ഭാഗത്തേക്കുള്ള തീ ഒരു പരിധിവരെ നിയന്ത്രിക്കാനായിട്ടുണ്ട്. പക്ഷേ ഈ പുക അതികഠിനമായ പുക ഉയരുന്നുണ്ട്. ഒപ്പം അടിയിൽ നിന്ന് വീണ്ടും ഈ തീ കത്തി മുകളിലേക്ക് കയറുന്നത് നമുക്ക് നേരിട്ട് കാണാനാവുന്നുണ്ട്. വിജയകുമാർ, അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മാലിന്യങ്ങളാണ്. ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത് പോലെ അതിന് സമാനമായ രീതിയിൽ ഏകദേശം ഒരു 5-6 അടിയോളം കനത്തിൽ
മുന്നിൽ താഴേക്ക് മാലിന്യങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അതിലേക്കാണ് ഈ തീ പടർന്നിരിക്കുന്നത്. അതാണ് നിലവിലത്തെ സാഹചര്യം ഗുരുതരമാക്കുന്നത്. ഈ പ്ലാസ്റ്റിക് കത്തി അതിൽ നിന്നുള്ള തീ താഴേക്ക് വീണ് അടിയിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് വീണ്ടും കത്തുകയാണ്. അങ്ങനെയാണ് ഈ ഒരു ഗ്യാസ് ഗോഡൌണിന് ചുറ്റിലും തീ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു വശത്തെ തീ അണയ്ക്കുമ്പോൾ മറുവശത്ത് നിന്ന് അതിവേഗത്തിൽ ഈ തീ ഇങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ നമുക്ക് പറയുന്നതിൽ അല്പം ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഗ്യാസ് ഗോഡൌണിന് തൊട്ടടുത്തേക്ക് എത്തി എന്ന് വേണം പറയാൻ. അത്രത്തോളം ഭയാനകമായൊരു സാഹചര്യം നിലവിലുണ്ട്. ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാനാകും. ഈ ദൃശ്യങ്ങൾ വളരെ ഭയപ്പെടുത്തുന്നതാണ് വിജയകുമാർ. അത്രത്തോളം ഉയരത്തിലാണ് ഈ തീ ആളിക്കത്തുന്നത്. അതിങ്ങനെ ഇവിടെ വലിയ ശബ്ദവുമുണ്ട്. അവിടെ എന്തൊക്കെയോ പൊട്ടിത്തെറിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്രത്തോളം ഭയാനകമായ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ണിലൂടെയും ക്യാമറയിലൂടെയും ഒക്കെ ഈ ക്യാമറയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സാധാരണ തീപിടുത്തമായി നമുക്ക് കാണാനുമാവില്ല. അത് ഇവിടേക്ക് പടർന്ന് ഇവിടേക്ക് എത്തിയാൽ, അത് ഈ ഒരു ഗ്യാസ് ഗോഡൌണിന് സമീപത്തേക്ക് എത്തിയാൽ എന്ത് ചെയ്യുമെന്നുള്ള വലിയൊരു ആശങ്ക നിലനിൽക്കുകയാണ്. പോലീസും ഫയർഫോഴ്സും എല്ലാം കൂടുതലായി ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇനി ഈ അടിയന്തരമായി തന്നെ ഈ ഗോഡൌണിലേക്കുള്ള വഴിയുടെ അവിടേക്ക് തീ പടരുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി ചെയ്യേണ്ടത്. അതിന് വേണ്ട നടപടികൾ അടിയന്തരമായി തന്നെ ഒരുപക്ഷെ ഫയർഫോഴ്സ് എത്തിയേക്കാം. മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സിനെ കൊണ്ട് ഇത് നിയന്ത്രിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല എന്ന് തോന്നുന്നു. കാരണം തുറന്ന സ്ഥലമാണ്, എല്ലാ ഭാഗത്തു നിന്നും ഈ തീ അവിടേക്ക് ആളി പടരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളൊക്കെ അവിടേക്ക് വരേണ്ടതല്ലേ അശ്വിൻ? അതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടാകുമല്ലോ ഉറപ്പായും. കാരണം ഈ ദൃശ്യങ്ങളിൽ കാണാം ആ LPG ഗോഡൌൺ തൊട്ടടുത്താണ്, അതിന് സമീപത്തേക്ക് തീ എത്തിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ അടിയന്തരമായി വളരെ വേഗത്തിൽ തന്നെയുള്ള ഇടപെടൽ ആ മേഖലയിൽ ആവശ്യമുണ്ട്. ഗോഡൌൺ സേഫ് ആവാണ്. വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ വെള്ളം അടിക്കാണ്. തീ പെട്ടെന്നാണ് ഇല്ല, കാറ്റ് അനുകൂലം അല്ല, പ്രതികൂലം തന്നെയാണ്. വിജയകുമാർ, കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി. ഇപ്പോഴാണ് ഈ ഗ്യാസ് ഗോഡൌണിന് സമീപത്തേക്ക് ഫയർഫോഴ്സ് എത്തിയത്. അത് ഈ ഇവിടേക്ക് തീ വളരെ വേഗത്തിൽ ആളിപ്പടരുന്നത് ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യമാണ് പ്രാഥമികമായി ഇവർക്കുള്ളത്. അത്രയും വേഗം ആ തീ അണയ്ക്കുക, അതായത് ഇവിടേക്കുള്ള അതിന്റെ കത്തി വരുന്നത് ഒഴിവാക്കുക എന്നുള്ളത് അല്പം ശ്രമകരമായ ജോലി കൂടിയാണ്. കാരണം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നൊരു പ്രതലമായി കിടക്കുന്ന പരന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒപ്പം ഈ ഉച്ച സമയമാണ്, വലിയ കാറ്റുണ്ട്, ശക്തമായ വെയിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാറ്റിൽ അതിവേഗമാണ് ഈ തീ ഇങ്ങനെ ആളിപ്പടരുന്നത്. നമുക്ക് കാണാം അവിടെ ഈ തീ ക്യാമറയിൽ ഇപ്പോൾ കാണാം. അവിടെ നിന്ന് ഏകദേശം ഒരു 80 അല്ലെങ്കിൽ കൂടി വന്നാൽ ഒരു 100 മീറ്റർ മാത്രമാണ് ഈ ഗ്യാസ് ഗോഡൌണിന് സമീപത്തേക്ക് ഗ്യാസ് ഗോഡൌണിലേക്ക് എത്താനുള്ളത്. അത് അടച്ചിട്ടിരിക്കുകയാണ്. ഒപ്പം ഈ വഴിയരികൾ കണ്ടെയ്നർ റോഡ് ഏകദേശം ഈ തീ പടർന്ന് പിടിച്ചിരിക്കുന്നിടത്തു നിന്ന് ഏകദേശം 50 മീറ്റർ മാത്രമാണ് ഈ പ്രധാന പാതയിലേക്കുള്ളത്. ആ റോഡിന് അപ്പുറത്തെ വശത്ത് ഫാക്ടറി അടക്കമുള്ള വ്യാവസായിക കേന്ദ്രങ്ങളുണ്ട്. ഇടയാർ വ്യവസായ മേഖലയുടെ ഭാഗമായ നിരവധി ഫാക്ടറികളുണ്ട്. അതൊക്കെ വലിയ ഗുരുതരമായ സാഹചര്യം തന്നെയാണ് നിലവിൽ ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ ഗ്യാസ് ഗോഡൌണിന്റെ ഭാഗത്തേക്ക് ഒരു ഫയർഫോഴ്സ് യൂണിറ്റാണ് എത്തിയിരിക്കുന്നത്. മറ്റ് 2 യൂണിറ്റുകൾ നമ്മൾ ആദ്യം കണ്ട ഭാഗത്ത്, അതായത് ഈ തീ പടർന്നു പിടിച്ച തീയുടെ ഉത്ഭവ കേന്ദ്രം എന്ന് പറയുന്ന ആ പ്രദേശത്താണ് കൂടുതൽ 2 ഫയർഫോഴ്സ് യൂണിറ്റുകൾ. എന്തായാലും ഇപ്പോൾ ഉള്ള വിവരം അനുസരിച്ച് LPG ഗോഡൌൺ സുരക്ഷിതമാക്കാനുള്ള നടപടിയിലേക്ക് ഉദ്യോഗസ്ഥർ പോയിട്ടുണ്ട്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടെ എത്തുന്നുണ്ട്. വേഗത്തിൽ തീ നിയന്ത്രണ വിധേയമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വനിതാ ഡോക്ടർക്ക് പകരം ഭർത്താവ് ജോലി ചെയ്യുന്നു എന്ന് പരാതി. ഡോക്ടർ സഹീദയ്ക്കും ഭർത്താവ് ഡോക്ടർ സഫീലിനും എതിരെയാണ് പരാതി. കുഞ്ഞിന് മുലയൂട്ടാൻ പോകുമ്പോൾ രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനാണ് ഇത് എന്നാണ് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ സഹീദക്ക് പകരം രാത്രികാലങ്ങളിൽ ഭർത്താവ് ഡോക്ടർ സഹീൽ ജോലി ചെയ്യുന്നു എന്നാണ് പരാതി. കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറാണ് സഹീൽ. ഡോക്ടർ സഹീൽ OPയിലിരിക്കുന്ന ചിത്രം സഹിതം മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് UA റസാഖ് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകി. ഇങ്ങനെയുള്ള ചികിത്സയിൽ എന്തെങ്കിലും അപാകതയോ പിഴവോ സംഭവിച്ചാൽ ആര് ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന യൂത്ത് ലീഗ്. ഇവിടെ ഡ്യൂട്ടി ഇല്ലാത്ത ഒരു ഡോക്ടർ വന്ന് നാളെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇതിനൊക്കെ ആര് മറുപടി പറയും എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ സംഗതിയിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തണം. ഡോക്ടർ സഹീദ രാത്രി കുഞ്ഞിന് മുലയൂട്ടാൻ പോകുമ്പോൾ രോഗികൾക്ക് ബുദ്ധിമുട്ടാകാതിരിക്കാനാണ് ഭർത്താവ് സഹീൽ രോഗികളെ ചികിത്സിച്ചത് എന്നാണ് തിരുരങ്ങാടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം. പരാതിയിൽ അന്വേഷണം നടത്തുന്നുണ്ടെന്ന് DMO വ്യക്തമാക്കി. 24 തിരൂർ.
ഇതാ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി വരുന്നുണ്ട്. കളമശ്ശേരിയിലേക്ക് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തും. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫയർ യൂണിറ്റുകൾ അവിടേക്ക് എത്തണം എന്നാണ് നിർദ്ദേശം. ജില്ലാ ഫയർ ഓഫീസർ ഇത് സംബന്ധിച്ച് വിവിധ യൂണിറ്റുകൾക്ക് നിർദ്ദേശം നൽകിയെന്ന ഒരു വിവരം കൂടി വരുന്നുണ്ട്. തീ വേഗത്തിൽ നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടിയിലേക്ക് പോവുകയാണ്. കോഴിക്കോട് കട്ടിപ്പാറയിലെ അധ്യാപിക അലീന ബെന്നിയുടെ ആത്മഹത്യയിൽ ബന്ധുക്കളുടെ മൊഴിയെടുത്തു പോലീസ്. അധ്യാപികയുടെ മരണത്തിൽ താമരശ്ശേരി രൂപതയ്ക്കെതിരെ കാത്തോലിക് ലേമൻസ് അസോസിയേഷൻ രംഗത്തെത്തി. അധ്യാപക നിയമനത്തിന് 13 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന പരാതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സംഘടന മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. അഭിജിത്ത്, ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അവരുടെ പക്കലുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിന്റെ പക്കലുണ്ട്. അതിൽ തുടർ നടപടി ഉണ്ടാകുമോ? പോലീസ് ഏതു വഴിക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്? വിജയകുമാർ, പലതരത്തിലുള്ള പരാതികൾ, ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ താമരശ്ശേരി പോലീസ് അലീനയുടെ വീട്ടിലെത്തി ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യുക. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുമുള്ളത്. അതേസമയം ഈ സംഭവങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് 13 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി ഈ മാനേജ്മെന്റ് എന്നുള്ള പരാതി, ആരോപണം അത് തുടക്കം മുതൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇത് താമരശ്ശേരി രൂപത ഉൾപ്പെടെ മാനേജ്മെന്റ് ഉൾപ്പെടെ നിഷേധിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും രൂപതയ്ക്കെതിരെ കടുത്ത വിമർശനവുമായി ഇപ്പോൾ കാത്തോലിക് ലേമൻസ് അസോസിയേഷൻ രംഗത്തെത്തിയിട്ടുണ്ട്. നേരത്തെയും പലതരത്തിൽ ഈ താമരശ്ശേരി രൂപതയ്ക്ക് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നേരത്തെയും ഈ രീതിയിലുള്ള കൈക്കൂലി വാങ്ങിയുള്ള നിയമനങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് ഈ കാത്തോലിക് ലേമൻസ് അസോസിയേഷന്റെ ആരോപണം, അവരുടെ പരാതി. ഇതൊക്കെ അഴിമതി നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കേണ്ടതുണ്ട്. ഗുരുതരമായ പലതരത്തിലുള്ള അച്ചടക്ക ലംഘനങ്ങളും ഇത്തരത്തിലുള്ള ക്രമക്കേടുകളും ഈ രൂപതയുടെ കീഴിൽ നടക്കുന്നുവെന്നും ഈ ലേമൻസ് അസോസിയേഷൻ ആരോപിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു പരാതി മുഖ്യമന്ത്രിക്ക് തന്നെ കാത്തോലിക് ലേമൻസ് അസോസിയേഷൻ നൽകുകയും ചെയ്തിട്ടുള്ളത്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം തന്നെ താമരശ്ശേരി AEO പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നതും ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ അലീനയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് കൃത്യമായ രേഖകൾ, ഈ നിയമനം സ്ഥിരപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് രേഖകൾ അത് കൃത്യമായി സമർപ്പിച്ചിട്ടില്ല. വിദ്യാഭ്യാസ വകുപ്പ് പലതവണ അക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു, അപ്പോഴൊന്നും സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും തുടർ നടപടികൾ എന്താണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കാത്തിരുന്ന് കാണേണ്ട കാര്യം. ശരി അഭിജിത്ത്, നിയമനത്തിന് 13 ലക്ഷം രൂപ നൽകി എന്ന പരാതി ആ കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. അതിന്മേൽ എന്തെങ്കിലും നടപടിയുണ്ടോ എന്നതാണ് ഇനി അറിയേണ്ടത്. അഭിജിത്താണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം അധ്യാപികയുടെ ആത്മഹത്യയിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ നടപടി കാരണമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. വിശദമായ അന്വേഷണം നടത്തി 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം അറിയിച്ചു. കുറ്റക്കാരുണ്ടെങ്കിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. അങ്ങനൊരു സംഭവത്തിലേക്ക് അവരെ നയിച്ചതിന് വിദ്യാഭ്യാസ വകുപ്പിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അക്കാര്യം വളരെ സൂക്ഷ്മമായും സമഗ്രമായും പരിശോധിച്ച് 2 ആഴ്ചയ്ക്ക് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത് ആ ഫയലൊക്കെ നേരിട്ട് നോക്കേണ്ട ആയിട്ടുള്ള കാര്യമുണ്ട്. ഇപ്പോൾ റിപ്പോർട്ട് അവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അതൊരു വസ്തുതകൾ പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടാണ്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. SFI സംസ്ഥാന നേതൃത്വത്തിന് പുതിയ അമരക്കാർ. ആലപ്പുഴയിൽ നിന്നുള്ള M ശിവപ്രസാദിനെ പ്രസിഡന്റായും കണ്ണൂരിൽ നിന്നുള്ള PS സഞ്ജീവിനെ സെക്രട്ടറിയായും സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്തു. തിരുവനന്തപുരത്ത് നടന്ന SFI സംസ്ഥാന സമ്മേളനത്തിലാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് PM മാർഷോയെ നീക്കി. PS സഞ്ജീവാണ് SFIയുടെ പുതിയ സംസ്ഥാന സെക്രട്ടറി. SFI കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് സഞ്ജീവ. നിലവിലെ പ്രസിഡന്റ് K അനുശ്രീയും സ്ഥാനമൊഴിഞ്ഞു. ആലപ്പുഴ ജില്ലാ സെക്രട്ടറി M ശിവപ്രസാദാണ് പുതിയ പ്രസിഡന്റ്. നിലവിലെ ഭാരവാഹികളെ മാറ്റില്ല എന്നാണ് കരുതിയതെങ്കിലും നേതൃത്വം മാറണമെന്ന് CPIM തീരുമാനിക്കുകയായിരുന്നു. PM മാർഷോയും അനുശ്രീയും ഭാരവാഹികളായിരുന്ന കാലം നിരവധി വിവാദങ്ങളിലൂടെയാണ് SFI കടന്നുപോയത്. ആർഷോയ്ക്കെതിരെ വ്യക്തിപരമായും ആരോപണങ്ങൾ ഉയർന്നത് തിരിച്ചടിയായി. റാഗിംഗ് അടക്കം ഉയർന്ന വിവാദങ്ങളെ നേരിടുന്നതിൽ SFI നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചതായി CPIM നേരത്തെ വിലയിരുത്തിയിരുന്നു. ഭാരവാഹികളുടെ പ്രായപരിധി 27 വയസ്സെന്ന നിലയിലും നേരത്തെ തീരുമാനമുണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് പുതിയ നേതൃത്വത്തെ പരീക്ഷിക്കാനുള്ള നീക്കം. 24 തിരുവനന്തപുരം. ഇരു ശ്വാസകോശങ്ങളിലുമുണ്ടായ ന്യൂമോണിയ ബാധയെ തുടർന്ന് ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി എന്ന് വത്തിക്കാൻ.
ഇന്നലെ പകൽ സമയത്ത് മാർപ്പാപ്പ കുർബാന സ്വീകരിച്ചു എന്ന് വത്തിക്കാൻ അറിയിച്ചു. മാർപ്പാപ്പയ്ക്ക് പനിയില്ല എന്നും രക്തയോട്ടം സാധാരണ നിലയിലാണെന്നും ഡോക്ടേഴ്സ് വ്യക്തമാക്കി. അതിനിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ രാജിവെക്കാൻ സാധ്യതയുണ്ടെന്ന് ഇറ്റലിയിൽ നിന്നുള്ള കർദിനാൾ ജെൻ ഫ്രാങ്കോ റവാസി പറഞ്ഞു. പോപ്പിന്റെ അവസ്ഥ സങ്കീർണമാണെങ്കിലും ഗുരുതരമല്ല എന്ന് കർദിനാൾ അറിയിച്ചു. ബ്രോങ്കൈറ്റിസിനെ തുടർന്ന് ഈ മാസം 14-നാണ് മാർപ്പാപ്പയെ റോമിലെ ജെമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മാർപ്പാപ്പയുടെ രോഗമുക്തിക്കായി ലോകത്തെങ്ങുമുള്ള രൂപതകളുടെ ആഹ്വാനപ്രകാരം പ്രാർത്ഥനകൾ തുടരുകയാണ്. റോം അതിരൂപതയിലെ എല്ലാ ഇടവകകളിലും ഇന്നലെ വൈകുന്നേരം 1 മണിക്കൂർ നിശബ്ദ ദിവ്യകാരുണ്യ ആരാധന നടന്നു. ഇസ്രയേലിൽ സ്ഫോടന പരമ്പര. ബത്യാം നഗരത്തിൽ 3 ബസ്സുകളിൽ സ്ഫോടനം നടന്നു. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്ഫോടനത്തെ തുടർന്ന് വെസ്റ്റ് ബാങ്കിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ വ്യാപക പരിശോധനയ്ക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശം നൽകി. ഇസ്രയേൽ തലസ്ഥാനമായ ടെൽ അവീവിന്റെ തെക്ക് ബത്തിയാം നഗരത്തിലും ഹൊളോണിലും ഇന്നലെ രാത്രി 8:30-യോടെയാണ് സ്ഫോടന പരമ്പര ഉണ്ടായത്. 3 ബസ്സുകളിലാണ് സ്ഫോടനം നടന്നത്. 2 ബസ്സുകളിലെ സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കി. പരിശോധന കർശനമാക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്തെ ബസ്, ട്രെയിൻ, ലൈറ്റ് റെയിലുകൾ അടിയന്തരമായി നിർത്തിവെച്ചു. തുൽക്രമിൽ നിന്നുള്ള പ്രതികാരമെന്ന സന്ദേശം നിർവീര്യമാക്കപ്പെട്ട സ്ഫോടക വസ്തുവിനൊപ്പം കണ്ടെത്തിയിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിലെ തുൽക്രമിലെ ഭീകരവാദ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ ഈയിടെ ആക്രമണം നടത്തിയിരുന്നു. വെസ്റ്റ് ബാങ്കിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ പരിശോധന നടത്താൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശം നൽകി. ഗതാഗത മന്ത്രി മിരി റെഗേവ് മൊറോക്കോ യാത്ര വെട്ടിച്ചുരുക്കി ഇസ്രയേലിലേക്ക് തിരിച്ചു. രാജ്യത്തെ മറ്റിടങ്ങളിൽ സംശയാസ്പദമായ രീതിയിൽ ബാഗുകളോ സാമഗ്രികളോ കണ്ടാൽ പൊതുജനങ്ങൾ ഉടനടി പോലീസിനെ വിവരമറിയിക്കണമെന്ന് പോലീസ് വക്താവ് അരേ ഡോറോൺ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടെ ഇന്നലെ ഹമാസ് കൈമാറിയ 4 മൃതദേഹങ്ങളിൽ 1 ഷിരി ബിബാസിൻ്റേതല്ലെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി. ഷിരിയുടെ 2 കുട്ടികളുടെ മൃതദേഹം അവരുടേത് തന്നെയെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഷിരി ബിബാസിന്റെ മൃതദേഹം ഉടനടി കൈമാറണമെന്ന് ഇസ്രയേൽ ആവശ്യപ്പെട്ടു. ഹമാസ് ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക് 24. രഞ്ജി ട്രോഫിയിൽ ചരിത്ര ഫൈനലിനരികെ കേരളം. ഗുജറാത്തിനെതിരെ 2 റൺസിന്റെ 1-ാം ഇന്നിംഗ്സ് ലീഡ് നേടിയതോടെയാണ് കേരളം ഫൈനൽ സാധ്യത ഉറപ്പിക്കുന്നത്. 2-ാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് ആരംഭിച്ച കേരളത്തിന് 2 വിക്കറ്റ് നഷ്ടമായിട്ടുണ്ട്. ഗീസ് പീറ്റർ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. ഗീസ്, ഈ 1-ാം ഇന്നിംഗ്സിലെ ഈ 2 റൺസിന്റെ നിർണായക ലീഡ് കേരളത്തെ മറ്റൊരു ചരിത്രം എഴുതാൻ ആ സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നേരത്തെ കശ്മീരിനെതിരെയും നമ്മൾ ഈ ആദ്യ ഇന്നിംഗ്സിലെ 1 റണ്ണിന്റെ ലീഡായിരുന്നു നമുക്ക് ഈ സാധ്യത ഉറപ്പിച്ചത്. അപ്പോൾ ഇനി ഇതിൽ മറ്റൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ. ഇന്നത്തെ ഇനിയും ശേഷിക്കുന്ന 10-20 ഓവർ അത് ഏതെങ്കിലും തരത്തിൽ കേരളത്തിന്റെ സാധ്യതകളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? വിജയകുമാർ, ഒരിക്കലും അത്തരത്തിലൊരു ആശങ്ക കേരളത്തെ സംബന്ധിച്ച് വേണ്ട. കാരണം ഇനി മത്സരം അവസാനിക്കുവാൻ ഏകദേശം 22 ഓവറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ 22 ഓവറിൽ ഗുജറാത്തിന് ജയിക്കണമെങ്കിൽ 7 വിക്കറ്റ് കേരള ബാറ്റർമാരെ തകർക്കണം, അല്ലെങ്കിൽ 7 വിക്കറ്റ് വീഴ്ത്തണം എന്നത് തന്നെയാണ്. ഒപ്പം തന്നെ കേരളം മുന്നോട്ട് വെച്ചിരിക്കുന്ന 2-ാം ഇന്നിംഗ്സിലെ ലീഡ് സ്കോർ അത് മറികടക്കുകയും വേണം. എന്തായാലും നിലവിലെ ബാറ്റിംഗ് സാഹചര്യം അനുസരിച്ച് ഒരു ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കേരളം ബാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ 3-ാമത്തെ വിക്കറ്റ് നഷ്ടമാകുന്നു എന്നത് തന്നെയാണ്. 2-ാം ഇന്നിംഗ്സിൽ ഇറങ്ങിയ കേരളം ഒടുവിൽ സ്കോർ വരുമ്പോൾ 71 റൺസ് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. 3 വിക്കറ്റുകളാണ് കേരളത്തിന്റെ വീണിരിക്കുന്നത്. ആദ്യ ഇന്നിംഗ്സിൽ നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനം ഗുജറാത്തിന്റെ ഭാഗത്ത് ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു. കാരണം 4 ദിവസമാകുമ്പോൾ 429 റൺസ് 7 വിക്കറ്റ് എന്ന നിലയിൽ ഗുജറാത്ത് നിലയുറപ്പിക്കുകയായിരുന്നു. പ്രയാഗ് പട്ടേലിന്റെയും ഒപ്പം തന്നെ ഹേമന്ത് പട്ടേലിന്റെയും മികച്ച ഇന്നിംഗ്സുകൾ ഗുജറാത്തിന് വലിയ ആശ്വാസം നൽകി. പിന്നീട് ഇന്ന് മത്സരം, അതായത് 5-ാം ദിവസം മത്സരം ആരംഭിക്കുമ്പോഴും ഒരു ശക്തമായ പ്രതിരോധം തീർക്കുവാൻ ഗുജറാത്തിന് സാധിച്ചു എന്ന് തന്നെയാണ്. ആദ്യ 2 വിക്കറ്റുകൾ 7-8 വിക്കറ്റുകൾ 8-9 വിക്കറ്റുകൾ വീഴുമ്പോൾ പോലും ഗുജറാത്ത് സമനില വഴങ്ങി കേരളത്തെ പുറത്തേക്ക് വിടും എന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും കേരള സ്പിന്നർമാർ കൃത്യമായി, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ജലക് സക്സേനയുടെയും അർവേദയുടെയും ഓവറുകളാണ്. കാരണം കൃത്യമായി തന്നെ സർവാത്തെ പിടിച്ച് നിർത്തുന്നു, ഒപ്പം ജലക് സക്സേനയും അതിന് കൂട്ടു നിൽക്കുന്നു എന്ന് തന്നെയാണ് കണ്ടത്. 3 വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് ഇന്ന് 2 റൺസിന്റെ ലീഡാണ് നേടിയത്. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ കശ്മീരിനെതിരായ മത്സരത്തിൽ 1 റൺസിന്റെ ഇന്നിംഗ്സ് ലീഡുമായാണ് കേരളം സെമി ഫൈനലിലേക്ക് എത്തിയതെങ്കിൽ ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഫൈനൽ സാധ്യത ഉറപ്പിച്ചിരിക്കുന്നത് 2 റൺസിന്റെ ലീഡുമായാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ബാറ്റിംഗ് നിര തന്നെ കേരളത്തിനുണ്ട്. അതുകൊണ്ട് ഇനി മുന്നോട്ടുള്ള 7 വിക്കറ്റുകൾ വീഴ്ത്തുക ഗുജറാത്തിനെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല. ഇനി സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ഇന്നിംഗ്സിലെ തകർത്തടിച്ച മുഹമ്മദ് അസറുദ്ദീനും ഒപ്പം തന്നെ സൽമാനും ഒക്കെ വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ശരി ഗീസ്, ഏതായാലും ഈ പറയുന്നത് പോലെ ഗീസ്
സൂചിപ്പിച്ചതുപോലെ ഇനിയിപ്പോൾ മറ്റു തരത്തിലുള്ള മാറ്റങ്ങൾക്കൊന്നും സാധ്യതയില്ല. ഒരു ഏകദിന മത്സരത്തിൻ്റെ ത്രില്ലുള്ള ഒരു രഞ്ജി ട്രോഫി സെമി ഫൈനൽ അതാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പോഴതങ്ങനെ കേരളം ചരിത്രം എഴുതാൻ പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഗീസ് പീറ്ററാണ് സ്പോർട്സ് ഡെസ്കിൽ വിവരങ്ങൾ നൽകിയത്. വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന ബയോജനിക് വേസ്റ്റും റൈസ് ഹസ്ക് ആഷും സംസ്കരിക്കാൻ പുത്തൻ പദ്ധതിയുമായി പവിഴം റൈസ് ഗ്രൂപ്പ് അക്വസിങ്ക് ഇന്നൊവേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കാർഷിക ഉൽപാദനക്ഷമതയും മണ്ണിന്റെ ഫലപുഷ്ടിയും വർദ്ധിപ്പിക്കുന്ന സെവിറ്റ എന്ന പുതിയ ഉൽപ്പന്നമാണ് മാലിന്യത്തിൽ നിന്ന് പുനർനിർമ്മിക്കുന്നത്. പവിഴം റൈസ് മില്ലിന്റെ കുവപ്പടിയിലുള്ള ഓഫീസിൽ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. സിംബാബ്വെ ഡെപ്യൂട്ടി മിനിസ്റ്റർ രാജേഷ് കുമാർ ഇന്ദുകാന്ത് മോഡിയും സിംബാബ്വെ അംബാസിഡർ സ്റ്റെല്ല നിക്കോമയും ചേർന്ന എൽദോസ് കുന്നപ്പള്ളി MLAക്ക് ഉൽപ്പന്നം കൈമാറി. നെല്ല്, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയെ കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന കാർഷിക മാലിന്യങ്ങൾ പുനർജീവിപ്പിക്കുമെന്ന് പവിഴം ഗ്രൂപ്പ് അറിയിച്ചു. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. ഇനി 100 ന്യൂസിൽ പ്രജിൻ ചേരും. നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ വ്യവസായ നിക്ഷേപ മേഖലയിൽ പുത്തൻ ഉണർവ് പകരാൻ ഇൻവെസ്റ്റ്